പത്തനംതിട്ട ഇലവുംതിട്ടയിൽ ലഹരി വിൽപ്പന തടഞ്ഞതിന് മർദ്ദനമേറ്റ പൊതുപ്രവർത്തകനോട് പോലീസ് ക്രൂരത എന്ന ആക്ഷേപം. ഷിബു ഇലവുംതിട്ട എന്ന പൊതുപ്രവർത്തകനോടാണ് പോലീസിന്റെ ക്രൂരത. മൊഴി നൽകാൻ എത്തിയപ്പോൾ മണിക്കൂറുകൾ സ്റ്റേഷനിൽ വെയിലത്തിരുത്തി മൊഴി രേഖപ്പെടുത്താതെ മടക്കി അയച്ചു. ഷിബു ഡിജിപിക്ക് പരാതി നൽകി. കഴിഞ്ഞ മാസം 27-നാണ് ഇലവുംതിട്ട ബദ്ലഹേം മാർത്തോമ പള്ളിയുടെ സമീപത്തെ ലഹരി വിൽപ്പന തടഞ്ഞതിനെ ചൊല്ലിയുണ്ടായ അടിപിടിയിൽ ഷിബുവിന് തലയ്ക്ക് പരിക്കേറ്റത്. ആശുപത്രിയിൽ ചികിത്സ തേടിയ ഷിബുവിനോട് മൊഴി രേഖപ്പെടുത്താൻ 28-ന് സ്റ്റേഷനിലെത്താൻ ഇലവുംതിട്ട പോലീസ് ആവശ്യപ്പെട്ടു. സ്റ്റേഷനിലെത്തിയ ഷിബു മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും പോലീസ് മൊഴിയെടുത്തില്ല. പിറ്റേന്ന് സ്റ്റേഷനിലെത്തിയ ഷിബുവിനെ മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തിയെന്നാണ് പരാതി. 2 മണിയോടുകൂടി പോലീസ് സ്റ്റേഷനിലെത്തിയ എന്നെ 1 മണിക്കൂർ നേരം അവിടെ ഇരിക്കുമെന്നും പറഞ്ഞ് അവിടെ ഇരുത്തി. എന്നിട്ട് 3 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിക്കോ, നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ലഹരി മാഫിയയുടെ ഇടപെടലാണ് പോലീസിന്റെ മോശം സമീപനത്തിന് കാരണമെന്നാണ് ഷിബുവിന്റെ സംശയം. സ്റ്റേഷന്റെ ചാർജുള്ള SHO സ്റ്റേഷനിലേക്ക് കടന്നു വരുന്നത് ഞാൻ സംഘടനാ പ്രവർത്തനമുള്ള ആളാണെന്നറിയാം. എന്നെയാണ് മർദ്ദിച്ചത്, മർദ്ദനമേറ്റൻ്റെ മൊഴി കൊടുക്കാൻ വന്നതാണെന്നും എല്ലാം അറിയാവുന്ന അദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ എനിക്ക് തന്ന ശിക്ഷ, ആ ശിക്ഷയെ ശരിവയ്ക്കുന്ന തരത്തിൽ അദ്ദേഹം എൻ്റെ അടുക്കൽ കൂടെ കയറിപ്പോയതല്ലാതെ വെയിലത്ത് എന്തിനായി ഇരിക്കുന്നതെന്നൊരു മനുഷ്യത്വപരമായ ഒരു ചോദ്യം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. സംഭവത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും സംസ്ഥാന പോലീസ് മേധാവിക്കും ഷിബു പരാതി നൽകി. 24 പത്തനംതിട്ട.